നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വാരഫലമാണ്. 2025 ജനുവരി 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള വാരഫലത്തെയാണ് പറയുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമുള്ള വാരഫലത്തെ നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ വാരഫലത്തെ നോക്കാം. മേടക്കൂറുകാർക്ക് ജനുവരി 5 മുതൽ 11 വരെ എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് മനസ്സിന് ഉന്മേഷം പകരുന്ന വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗാർഹിക അന്തരീക്ഷവും പൊതുവെ ഗുണകരമാകുന്നതാണ്. മനസ്സിന് പൊതുവെ സന്തോഷം കൈവരുന്നതാണ്. വരുംവരായിക നോക്കാതെ ചില കാര്യങ്ങളിൽ പ്രതികരിച്ചേക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളുടെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിലൊക്കെ വിജയിക്കുകയും ചെയ്യും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും മേടക്കൂറുകാർക്കുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 2025 ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏജൻസി ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ്. സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. സ്ത്രീകൾ മുഖേന അപമാനവും ധനനഷ്ടവും ഉണ്ടായേക്കാം. വ്യാപാര കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബകാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കാം. തൊഴിൽ കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും ഉടലെടുത്തേക്കാം. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചേക്കാം. അന്യദേശത്തുള്ളവർ നാട്ടിലേക്ക് വരേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. സ്ത്രീകൾ മൂലം അപമാനം നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കരുതലെടുക്കുക. അതേപോലെ തന്നെ യാത്രകളിൽ വിലപ്പെട്ട രേഖകളും ധനനഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. വീട്ടിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വിരുന്നുകളിലും സൽക്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അശ്രദ്ധ മൂലം ധനമോ തൊഴിലോ നഷ്ടപ്പെട്ടേക്കാം. കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വക്കീലന്മാർക്കും ഗുമസ്തന്മാർക്കും ഒക്കെയുള്ള, അതായത് നിയമപരമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രണയകാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അധ്യാപനത്തിലൊക്കെ താല്പര്യമേറുന്നതാണ്. പുതിയ വിദ്യകളൊക്കെ അഭ്യസിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രമുഖ വ്യക്തികളിൽ നിന്നൊക്കെ സമ്മാനമോ പ്രശംസയോ ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പ്രമാണങ്ങളിലൊക്കെ ഒപ്പുവെക്കാനുള്ള സാഹചര്യങ്ങൾ വരും. എന്നാൽ കിട്ടാനുള്ള നിശ്ചിത തുകയൊക്കെ സമയത്തിന് കിട്ടിയെന്ന് വരില്ല. ചെറിയ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. അനാവശ്യമായി ചെലവുകളും ഉണ്ടായേക്കാം. എല്ലാ രംഗങ്ങളിലും വേണ്ടത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കണമെന്നില്ല. പട്ടാളം, പോലീസ് എന്നീ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യം മെച്ചപ്പെടുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്നതാണ്. ഉദ്യോഗ കയറ്റവും ലഭിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ അതിഥികളൊക്കെ സന്ദർശിക്കാം. ത്വക്ക് രോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കലാപ്രവർത്തകരായിട്ടുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. പ്രവർത്തന മേഖലകളിൽ ഉന്നതിയും പരിഗണനയും ഒക്കെ നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. ഭാര്യയുമായി രമ്യതയിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. ഉദരരോഗം, മൂത്രാശയ രോഗം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പൊതുവിൽ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകുന്നതാണ്. മക്കളുടെ വിവാഹമൊക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. മക്കൾക്ക് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും അതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം കുറയുന്നതാണ്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചതുവ് പ്രയോഗങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സമയമല്ല. എന്നാൽ മറ്റ് ക്രയവിക്രയങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ്. തൊഴിൽ സംബന്ധമായ ബന്ധപ്പാടുകളൊക്കെ അല്പം വർദ്ധിച്ചേക്കാം. എഴുത്തുകാരായിട്ടുള്ളവർക്കും പത്രപ്രവർത്തകരായിട്ടുള്ളവർക്കും ഒക്കെ അനുകൂല സമയമാണ്. വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം
ബഹുമാന്യതയും കീർത്തിയും വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമാണ്. എന്നാൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെട്ടേക്കാം. പണമിടപാട് നടത്തിപ്പുകാർക്ക് അനുകൂല സമയമല്ല. ആരോഗ്യനിലയും തൃപ്തികരമല്ല. ഭാര്യയുമായി പിണങ്ങി നിൽക്കേണ്ട അവസരങ്ങളൊക്കെ വന്നേക്കാം. സ്ത്രീജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖവും സമാധാന അന്തരീക്ഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും നേതൃ മനോഭാവം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഉത്സവാദി ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ സാഹചര്യമുണ്ട്. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടവർക്ക് ധനനഷ്ടം വരാനുള്ള സാഹചര്യമുണ്ട്. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയം കൈവരിക്കുന്നതാണ്. ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് സിനിമ, നാടകം തുടങ്ങിയ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പണം, അംഗീകാരം എന്നിവയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഗുരുജനങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. മനസ്സിന് സുഖമുണ്ടാകുന്ന കാലമാണ്. വീട്ടിലെ അസ്വസ്ഥതകളൊക്കെ മാറി സ്വസ്ഥത കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകും. ദേഹാരിഷ്ടതകളും ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. 12 രാശിക്കൂറുകാർക്കും 2025 ജനുവരി 5 മുതൽ 11 വരെയുള്ള വാരഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.